ഹായ്, എൻ്റെ പേര് നെൽബി തോമസ്. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. എൻ്റെ ഫേമിൻ്റെ പേര് ഹോം സ്റ്റൈൽ ബിൽഡേഴ്സ്. എൻ്റെ ഓഫീസ് വന്നിട്ട് എറണാകുളത്താണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഷിബു എന്നാണ് പേര്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എല്ലാം തോംസൻ്റെ മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വുഡെക്സും മാഗ്നം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ. പിന്നെ ഉള്ളത് ജാക്ക് ആൻഡ് വിനീർ, അതുമാണ് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് കാണാം. തോംസൻ്റെ മാഗ്നം സീരീസ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡും ലാമിനേഷൻ പക്കയാണ്. PET സീരീസിൽ പെട്ടതാണ്, മാഗ്നം സീരീസ് ആണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജ് ബാൻഡ് അവരുടെ സിമിലർ സെയിം ഫിനിഷിലുള്ള തന്നെ എഡ്ജ് ബാൻഡ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ആഫ്റ്റർ ഓൾ ഈ ഫിനിഷിങ് കണ്ടിട്ടാണ് ഞാൻ കൂടുതലും ഇത് പ്രിഫർ ചെയ്യാൻ കാരണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്കിയുള്ള ബോർഡുകൾ യൂസ് ചെയ്തേക്കണൊക്കെ വുഡെക്സ് എന്ന് പറയുന്ന തോംസൺ ഗ്രൂപ്പിൻ്റെ തന്നെ ഏറ്റവും ഹൈ ഡെൻസിറ്റി ഉള്ള വുഡുകളാണ് ഞാൻ യൂസ് ചെയ്തത്. കാരണം അതിൻ്റെ ആഫ്റ്റർ ഓൾ ഒരു മെയിൻ്റെനൻസ് കുറവാണ്, ഈസി ടു മെയിൻറ്റെയിൻ. അതുകൊണ്ട് കൂടിയാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം നമ്മളിത് ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വുഡെക്സ് എന്ന് പറയുന്നത് തോംസൻ്റെ വുഡെക്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും ഗുണകരമാണെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും അതിൻ്റെ ഫിനിഷിലാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എഡ്ജ് ബാൻഡ് മാത്രം നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടിട്ട് നമുക്ക് സമയവും ലാഭമാണ്, നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലേബറും എല്ലാം സേവ് ചെയ്യാൻ പറ്റുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ് വുഡെക്സ്. ഇത് ഈ വീട്ടിലെ കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണിത്. ഇത് 450 x 3 ആണ് ഇതിൻ്റെ ഡയമെൻഷൻ. ഇവിടെയും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് തോംസൻ്റെ വുഡെക്സും യൂസ് ചെയ്തിട്ടുണ്ട്, മാഗ്നവും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ മാഗ്നമാണ്. ഇതിൻ്റെ എഡ്ജ് ബാൻഡ് സിമിലർ സെയിം, ഒരു പോയിന്റ് പോലും വ്യത്യാസമില്ലാതെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇത് തന്നെ പ്രിഫർ ചെയ്യാൻ കാരണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ ആയിട്ട് വരുന്ന പാർട്സുകളെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വുഡെക്സ് ആണ്. അതും ഈ പറയുന്ന പോലെ രണ്ട് ഷെയ്ഡും ഫിനിഷിങ് ഉള്ളത് കൊണ്ടിട്ടും പിന്നെ നമുക്ക് എഡ്ജ് ബാൻഡ് മാത്രം ഒട്ടിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ അപ്പർ ഇതൊന്നും വരും. ഇതും മാഗ്നം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഗ്രേ കളറാണ്. ഇതിൻ്റെയും എഡ്ജ് ബാൻഡ് അതുപോലെ തന്നെയാണ്, ഏറ്റവും നല്ല ഫിനിഷിലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇതും നമ്മളുടെ ഇമ്പോർട്ടഡ് ടൈലാണ് നമ്മൾ ഇത് യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം. പിന്നെ അതുപോലെ തന്നെ നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ്. സാധാരണ നേരത്തെ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പ്ലൈവുഡ് എടുത്ത് അതുമേല് മൈക്ക ഒട്ടിക്കുക അല്ലെങ്കിൽ ലാമിനേഷൻ ഒട്ടിച്ച് ചെയ്യാറ് പതിവ്. ഈ മാഗ്നം വന്നേ പിന്നെ അത് വളരെ നമ്മുടെ പണിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം എളുപ്പമായി മാറിയിരിക്കും. കാരണം അത് രണ്ട് സൈഡും ഫിനിഷാണ്. പിന്നെ നമ്മൾ ഈ ലാമിനേറ്റ് അതുമേലെ ഒട്ടിച്ചാൽ പോലും അതിന് ബബിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് ഇത് ചെയ്താൽ പോലും അതിന് ബബിൾസ് വരാൻ ചാൻസ്. ഇത് ആ ബബിൾസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. കമ്പനി തന്നെ ഒരു വാറണ്ടി എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ WPC നമ്മളുടെ ഇന്നർ പാർട്ടിലും എല്ലാം നമ്മൾ പണ്ട് പ്ലൈവുഡ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. എന്നിട്ട് അതിന്മേൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാറേ പറ്റും. ഇതെല്ലാം മാറ്റി ഇപ്പോൾ WPC വന്നതോടുകൂടി WPC ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അതും തോംസൻ്റെ WPC തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഡെൻസിറ്റി കൂടുതൽ. വുഡെക്സ് WPC വുഡെക്സ് അത് തന്നെയാണ് ഇവിടെ നമ്മൾ പാർട്ടീഷൻ എല്ലാം കൊടുത്തത്. വാട്ടർ പ്രൂഫാണ്. അതേപോലെ തന്നെ ചെതല് അങ്ങനെയുള്ള ടെർമിനേഷൻ ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അതുകൊണ്ടിട്ട് നമ്മൾ ഇതെല്ലാം കിച്ചണിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വീട്ടിൽ നമ്മൾ എല്ലാ ബെഡ്റൂമിൻ്റെയും ബാത്റൂമിൻ്റെയും ഡോർസ് യൂസ് ചെയ്തിരിക്കുന്നത് WPC ഡോർ ആൻഡ് ഫ്രെയിംസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വിനീറാണ്. വിനീർ നമ്മൾ WPC ഡോറിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പേസ്റ്റിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ മെറ്റൽ സ്ട്രിപ്സും ഇതുപോലെ ഡിസൈനിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ WPC ഡോറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ടൈം വാറണ്ടി കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വെല്ലിങ് അല്ലെങ്കിൽ ബെൻഡിങ് ഇഷ്യൂ നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോർ ഫ്രെയിം ആണെങ്കിലും നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4.5 കട്ടളയാണ്. ആ കട്ടളയിൽ നമ്മൾ വിനീർ ഇതുപോലെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത് തോംസൻ്റെ WPC ഡോർ ആൻഡ് ഫ്രെയിംസ് ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 25 mm ഡോറാണ്. നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഡോറിൽ മോൾഡിങ്സ്, മൾട്ടിവുഡ് മോൾഡിങ്സ് ഇതുപോലെ കൊടുത്തു. ഒരു ഫ്രഞ്ച് സ്റ്റൈലിൽ വേണ്ടിയിട്ടുണ്ട് നമ്മൾ മോൾഡിങ്സ് കൊടുത്തതിന് ശേഷം
PU പെയിൻറ് ചെയ്തു. PU പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടാനായിട്ടാണ് PU പെയിൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിൽ പ്രത്യേകിച്ച് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വെള്ളത്തിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഡോറ് നശിച്ചു പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ WPC ഡോർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ തന്നെ വാർഡ്രോബ്സിൽ യൂസ് ചെയ്ത് തോംസൻ്റെ മൾട്ടിവുഡ് വരുന്ന പ്രൊഡക്റ്റാണ്. മൾട്ടിവുഡ് തന്നെ മാഗ്നം സീരീസ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മാഗ്നത്തിൻ്റെ തന്നെ ഗ്രേ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉള്ളിലേക്കുള്ള കാർക്കസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് വുഡെക്സും മാഗ്നമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു TV യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന തോംസൻ്റെ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം കാണാം, ഇത് WPCയിൽ വരുന്ന ലൂവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഫ്ലൂട്ടഡ് പാനൽസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതൊരു ടീക്ക് ഫിനിഷ് ആണ്. ബിക്കോസ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഒരു തീം വരുന്നത് വൈറ്റും ഒരു വുഡ് ഫിനിഷും ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വുഡ് കളറിലുള്ള ഒരു ഫ്ലൂട്ടഡ് പാനൽസ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ തോംസൺ തന്നെ ക്ലാഡിംഗ് ഷീറ്റാണ്. സ്റ്റോൺ സീരീസിൽ വരുന്ന നാച്ചുറലായിട്ട് തന്നെ വരുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നാച്ചുറൽ പ്രോഡക്റ്റ് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഷീറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് ടെക്സ്റ്റേർഡ് ആണ്. ഇതും എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, ടെർമൈറ്റ് പ്രൂഫാണ്. അപ്പം നമുക്കിതിനകത്തൊരു സർവീസോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂയോ നമുക്ക് പിന്നെ വരില്ല. ഇത് കംപ്ലീറ്റ്ലി ലൈഫ് ടൈം വാറണ്ടി തരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് കാണാം, ഇതൊരു ക്യാബിനറ്റ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന തോംസന്റെ വുഡെക്സ് എന്ന് പറഞ്ഞ ഷീറ്റാണ്. അതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ വിനീർ ഒട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ആ വിനീർ ഒട്ടിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു വുഡ് ഫീൽ കിട്ടുകയും ചെയ്യും. ഉള്ളിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും ലൈഫ് ടൈം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റാണ്, WPC ആണ്. എല്ലാ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഇതിന് കാണും. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ 2 പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് കാണുന്ന ഷട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന തോംസന്റെ മാഗ്നം ആണ്. മാഗ്നം പ്യുവർ വൈറ്റ് ഗ്ലോസി ഫിനിഷിലായി വന്നുകൊണ്ട് തന്നെ നമുക്ക് വേറെ ലാമിനേഷനും മൈക്കോ വേണ്ട. ജസ്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. കട്ട് ചെയ്ത് എഡ്ജ് ബാൻഡ് ചെയ്ത് മാത്രം നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. അതിനെ മാച്ച് ചെയ്യാനായിട്ട് നമ്മൾ തോംസന്റെ WPC ഷീറ്റ് ഉപയോഗിച്ചു. അവിടെ നമ്മൾ PU പെയിന്റിങ്ങും ചെയ്തു. അപ്പം 2 രീതിയിൽ നമുക്ക് വൈറ്റ് കളർ മാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു യൂണിറ്റിൽ TV യൂണിറ്റിൽ നമുക്ക് എല്ലാ പ്രോഡക്റ്റിനും ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതെല്ലാം പ്രീ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇത് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് വീടിൻ്റെ ഒരു ഷോവാളാണ്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഭംഗിയായിട്ട് കാണുന്ന ഒരു ഷോവാളാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് തോംസന്റെ ഫ്ലൂട്ടഡ് പാനൽസ് ആണ്. ഇതൊരു അകത്തേക്ക് കയറി വരുന്നൊരു ഡിസൈനാണ്. ഗ്രീൻ ഗോൾഡ് ആണ് ഈ ഡിസൈന്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു മോൾഡിങ്സ് നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിൽ കാണാൻ പറ്റും. ഇതും തോംസന്റെ തന്നെ മൾട്ടിവുഡ് മോൾഡിങ്സ് ആണ്. ഇതിൽ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ് ചെയ്യാനായിട്ട് PU പെയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു ഷോ വാളിൻ്റെ ഒരു ഭംഗി അവിടെ മാറി. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇതിന് നമ്മളൊരു വാൾ പേപ്പേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വോളിൽ നമ്മളൊരു 14 പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ ഇപ്പോൾ ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു പ്രോഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഇങ്ങനത്തെ തന്നെ ഫ്ലൂട്ടഡ് പാനൽസിൽ വരുന്ന ഡിസൈൻസ് നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പാനൽസ് മാത്രമേ ഇങ്ങനെ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടുള്ളൂ. അല്ല നമ്മളൊരു മെറ്റീരിയൽ എടുത്ത് അതിൽ പെയിൻറ്റിങ് ചെയ്ത് CNC ചെയ്താൽ പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിനിഷിൽ ഒരിക്കലും കിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫിനിഷ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അതിൻ്റെ ഒരു ഫിനിഷിനാണ് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഏറ്റവും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് എടുക്കുക. ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ഫിനിഷിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇത് ഉള്ളിലേക്കൊരു കർവിഷ് മോഡലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്ലീനിങ് ആണെങ്കിലും നമുക്കൊരു എളുപ്പമായിരിക്കും. ഒരു കുറച്ചുകൂടെ ക്ലോസ്ഡ് അല്ല, ക്ലീനിങ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും. ഇത് വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നനഞ്ഞ തുണി കൊണ്ടോ വെള്ളം വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത്. ഈ വീട്ടിൽ നമ്മൾ എല്ലാ ബെഡ്റൂംസിനും ബാത്റൂംസിനും യൂസ് ചെയ്തിരിക്കുന്നത് തോംസൺ WPC ഡോർ ആൻഡ് ഫ്രെയിംസ് ആണ്. ഈ WPC ഡോറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ലൈഫ് ടൈം വാറണ്ടി. അത് നമ്മൾ നല്ല ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ മാത്രം. ഇപ്പോൾ WPC യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണം വെള്ളം, ചെതൽ, ഈർപ്പം ഇതിനൊന്നും ഇഷ്യൂ വരില്ല. ബാക്കി തടിയോ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്താൽ അതിന് സ്ട്രെങ്കിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ബെൻഡിങ് ഇഷ്യൂസ് ഒക്കെ വരും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് WPC ഡോർ ആൻഡ് ഫ്രെയിംസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഡോറിൽ നമ്മൾ 3M വിനീർ ഒട്ടിച്ചു. ആ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് മെറ്റൽ സ്ട്രിപ്സും ആഡ് ചെയ്തു. അപ്പോൾ എല്ലാവിധ ലോക്കും നമുക്ക് സിസ്റ്റവും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. എൻ്റെ പേര് ഷിബു. അങ്കമാലിയാണ്. അങ്കമാലിക്ക് അടുത്ത് കിടങ്ങൂരാണ് എൻ്റെ സ്ഥലം. ഈ വീടിൻ്റെ ഓണറാണ്. ഞങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി വെച്ച ഒരു സ്വപ്ന ഭവനമാണ്. ഇതിൻ്റെ
ഈ ഇന്റീരിയർ സ്ട്രക്ചർ വർക്ക് നമ്മൾ ആരംഭിച്ച് വളരെ തിടുക്കത്തിൽപ്പെട്ട് ചെയ്തൊരു വർക്കാണത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വർക്ക് തീർത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സ്ട്രക്ചർ വർക്ക് തീർന്ന് ഏകദേശം ഒരു 3 മാസം ത്തിനുള്ളിലാണ് നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തം പൂർത്തീകരിച്ചത്. അപ്പോൾ ഈ ഒരു മാസത്തിൽ തന്നെ ജൂൺ മാസത്തോട് തന്നെ കയറി പറ്റണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അതിനാൽ നമ്മൾ ഇൻറ്റീരിയറിന് ഒത്തിരി സമയം കൊടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ നമ്മുടെ ഇൻറ്റീരിയറിനെ കാണുകയും ഇൻറ്റീരിയർ നെൽവി നമുക്ക് ഈ മെറ്റീരിയലിനെ കുറിച്ച്, കാരണം നമുക്ക് ലേബർ ഒത്തിരി ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഒത്തിരി സമയത്ത് തീരില്ല. തോംസൺ ഉഡക്സ് മെറ്റീരിയലിനെ കുറിച്ച് ഇൻറ്റീരിയർ പറയും. അപ്പോൾ നമുക്ക് കാര്യം അതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിസിബിലിറ്റിയിൽ ഭയങ്കര ഒരു ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പം, നല്ല ഗ്ലൗസി മെറ്റീരിയലാണ്. അകവും പുറവും നമുക്ക് വളരെ ഗ്ലൗസി ആയിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. ഉള്ളിലാണെങ്കിൽ പോലും അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഏറെ എളുപ്പമുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമുക്ക് ലേബർ കോസ്റ്റിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ലേബർ വളരെ കുറച്ച് നമുക്ക് ഈ പെയിൻറ്റിങ്ങിൻ്റെ കേസിൽ മറ്റുള്ള മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ പെയിൻറ്റിങ് പോളിഷിങ് മരമൊക്കെ ആയി കഴിഞ്ഞാൽ ഒത്തിരി പോളിഷിങ് കോസ്റ്റൊക്കെ വരും. അപ്പോൾ അതെല്ലാം നമുക്ക് കുറച്ച് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉദ്ദേശിച്ച സമയത്ത് വർക്ക് തീർക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് വന്നത്. നമുക്ക് ആ ഉദ്ദേശിച്ച സമയത്ത് തന്നെ വർക്ക് തീർക്കാനും പറ്റി. നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് മെറ്റീരിയലിൽ. അപ്പോൾ ഏറെ സന്തോഷമുണ്ട്.